ഏത് വിശ്വാസിയുടെ യാത്രയിലും ഉണ്ടാകുന്ന ഒരു ആന്തരിക സംഘർഷത്തിന്റെ ദൃശ്യഭാവമാണ് തോമായിൽ നമ്മൾ കാണുന്നത്. ആത്മാർത്ഥതയുള്ള സംശയങ്ങൾ വിശ്വാസത്തിന് എതിരല്ലെന്ന് ആരേക്കാൾ കർത്താവിന് അറിയാമല്ലോ. എനിക്കുമുണ്ട് ചോദ്യങ്ങൾ. അപ്പോൾ പിന്നെ എങ്ങനെയാ വിശ്വാസിയാകാൻ പറ്റുന്നത്? ആ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മുകളിൽ കർത്താവിൽ ആശ്രയിക്കുമ്പോഴാണ് ഒരാൾ വിശ്വാസിയാകുന്നത്. ചിലർക്ക് വലിയ സങ്കടമാണ്, എന്താ എനിക്കിങ്ങനെ ഇത്രയൊക്കെ ദൈവാനുഭവം കിട്ടി, എനിക്ക് പിന്നെ എന്താ ഞാൻ ദൈവത്തെ സംശയിക്കുന്നത്, കർത്താവിന്റെ പദ്ധതികളെ സംശയിക്കുന്നത്, ദൈവം ഉണ്ടോ എന്ന് തന്നെ ചോദിച്ചു പോകുന്ന എന്താണ്? സാരമില്ല, അത്തരം അനുഭവങ്ങൾ എല്ലാവരുടെയും യാത്രയിൽ ഉണ്ടാകുന്നതാണ് എന്ന് വിചാരിച്ചാൽ മതി. നമ്മൾ സംശയിക്കാതിരിക്കാൻ തോമ നമുക്ക് വേണ്ടി കൂടെ സംശയിച്ചുവെന്ന് എത്ര സുന്ദരമായിട്ടാണ് അഗസ്തീനോസ് പുണ്യാളൻ അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നത്. ഈ യാത്രയുടെ ക്ലൈമാക്സ്, അതിന്റെ പീക്ക് തോമാശ്ലീഹായോട് ചേർന്ന് ഒരു പ്രാർത്ഥന പഠിപ്പിക്കാം. പണ്ട് ഞങ്ങൾ ഈ കൊച്ചിലെ ക്യാമ്പിനും ധ്യാനങ്ങൾക്കൊക്കെ പോയപ്പോൾ ഞങ്ങളെ അന്ന് ക്യാമ്പ് എടുത്ത ഒരു ബ്രദറോ കൊച്ചനോ മറ്റോ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്. നൊമ്പരമോടെ മറിയമിതാ കല്ലറയെത്തി കണ്ടില്ല, എന്റെ മഹത്വ പ്രഭയെവിടെ, മാനവ സൂര്യാങ്കുരമെവിടെ, സങ്കടമരുതേ മറിയാമേ, ആരും അവനെ എടുത്തില്ല, ഈ ഗോളത്തെ ആരു തൊടും, കടലരമേലാർ ചുവടും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. The 8th day. ഈശോയുടെ തിരുവുദ്ധാനത്തെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന യാത്രയുടെ 7ാമത്തെ ദിവസം. ഇന്ന് ശനിയാഴ്ച രാത്രി നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തുമ്പോൾ നാളെ സഭ പുതുഞായർ ആഘോഷിക്കുകയാണ്. പ്രത്യേകിച്ച് ഭാരത സഭയിൽ ഇത് പുതുഞായറായി ആഘോഷിക്കുന്നു. ആഗോള കത്തോലിക്ക സഭയിൽ ഇത് വൈറ്റ് സൺഡേ, ഈസ്റ്റർ ഒക്ടേവ്, ഈസ്റ്ററിന് ശേഷമുള്ള ആദ്യത്തെ ഞായറാഴ്ച വൈറ്റ് സൺഡേ ആയി, തിരുവുദ്ധാനത്തിൻ്റെ ആനന്ദത്തിൻ്റെ ആഘോഷമായി ഈ ഞായറാഴ്ച കൊണ്ടാടാറുണ്ട്. അതോട് ചേർത്ത് ഇപ്പോൾ ഇത് കരുണയുടെ തിരുനാളായി 2000 ആണ്ട് തൊട്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആഹ്വാനം ചെയ്തതനുസരിച്ച് അങ്ങനെയും നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പുതുഞായറിൻ്റെ കോണ്ടെക്സ്റ്റിൽ തോമാശ്ലീഹ ഉദ്ധിതനെ കണ്ട് വിശ്വാസം ഏറ്റുപറഞ്ഞ, സംശയത്തിനപ്പുറത്തേക്ക് വിശ്വാസത്തിലേക്ക് വളർന്ന തോമാശ്ലീഹായെ, ആ വിശ്വാസ പ്രഖ്യാപനത്തെ ധ്യാനിക്കുന്ന, അനുസ്മരിക്കുന്ന ഈ ദിവസം ടെഡിൻ്റെ ഈ 7ാമത്തെ എപ്പിസോഡും തോമാശ്ലീഹായുടെ സംശയത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും തന്നെ ആകാമെന്ന് വെച്ചു. ഡൗട്ട് ആൻഡ് ഫെയ്ത്ത്. ഏറെ സംശയിച്ച തോമ ഏറ്റവും ദൂരം യാത്ര ചെയ്തു. തോമാശ്ലീഹായുടെ സംശയം അത് വിശ്വാസം ഉറപ്പിച്ചു. ഉദ്ധിതനെ, അവൻ്റെ മുറിവുകളെ കണ്ട് തോമ വിശ്വസിച്ചേറ്റു പറഞ്ഞു. ആ തീക്ഷ്ണതയിൽ ജ്വലിച്ച് ശിഷ്യന്മാരിൽ ഏറ്റവും ദൂരം യാത്ര ചെയ്ത് ഒറ്റ സ്ട്രെച്ചിൽ, മറ്റുള്ളവർ ആ പരിസരത്ത് തന്നെ പിന്നെയും ചുറ്റിക്കാണും, പക്ഷേ ഏറ്റവും ദൂരത്തേക്ക് യാത്ര ചെയ്തെത്തി കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിച്ച ശ്ലീഹായാണ് തോമ. നമ്മുടെ പിതാവായ, വിശ്വാസത്തിൻ്റെ പിതാവായ തോമാശ്ലീഹ. എപ്പോഴും എനിക്ക് അത്ഭുതമാണ്. ഏറെ വൈകാരികമായിട്ട് ഈ വിഷയം നമുക്ക് അവതരിപ്പിക്കാം, പക്ഷേ നമ്മുടെ ഈ ടെഡിൻ്റെ ഒരു പാറ്റേൺ, നമ്മൾ ആ സുവിശേഷ ഭാഗം എടുത്തതിൻ്റെ പഴയ നിയമ ഭാഗത്തേക്ക് പോയി പൗലോശ്ലീഹായുടെ പഠിപ്പീര് കണ്ട് സഭാപിതാക്കന്മാരെ ധ്യാനിച്ച് സഭയുടെ പഠിപ്പീരുകൾ കണ്ട് അതേ പാറ്റേൺ അത് ബ്രേക്ക് ചെയ്യുന്നില്ല. ആ പാറ്റേണിൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് തന്നെയായിരിക്കും ഇന്നത്തെ ഈ സംസാരം. പക്ഷേ ആമുഖമായിട്ട് തോമാശ്ലീഹായെക്കുറിച്ച് 2 വാക്ക് പറയുന്നതേ ഉള്ളൂ. അങ്ങനെ ഇതിനെ മനസ്സിലാക്കിയാൽ മതി. തോമാശ്ലീഹ AD 52 ഭാരതത്തിലെത്തി സുവിശേഷം പങ്കുവയ്ക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. 4 സുവിശേഷങ്ങളിൽ ആദ്യം എഴുതപ്പെട്ട മർക്കോസ് സുവിശേഷം എഴുതപ്പെടുന്ന കാലം AD 55-നും 65-നും ഇടയ്ക്കായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആദ്യത്തെ സുവിശേഷം അവിടെ എഴുതപ്പെടുന്നതിന് മുമ്പ് തോമാശ്ലീഹ സുവിശേഷം എത്തിച്ചു ഭാരത മണ്ണിൽ. അതുകൊണ്ട് ആ ശ്രേഷ്ഠ പൈതൃകത്തെ സ്വീകരിക്കാൻ, അംഗീകരിക്കാൻ, അത് കൈമാറിക്കൊടുക്കാൻ നമുക്ക് കഴിയണമെന്ന ഓർമ്മപ്പെടുത്തലും ഈ ദിവസം ഉണ്ട്. സഭയുടെ വിശുദ്ധ പാരമ്പര്യത്തോട് ചേർന്ന്, നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസ പൈതൃകത്തോട് ചേർന്ന്, നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവാരാധനയോട് ചേർന്ന് ജീവിക്കാൻ ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കട്ടെ.
നമ്മുടെ ധ്യാനത്തിലേക്ക്, ടെഡിൻ്റെ സെഷനിലേക്ക് പ്രവേശിക്കാം. എല്ലാ ശിഷ്യന്മാരും കർത്താവിൻ്റെ ഉത്ഥാനം പെട്ടെന്നങ്ങോട്ട് വിശ്വസിച്ചില്ല. സംശയിച്ചവരുണ്ട്. അതിൽ തന്നെ പ്രത്യേകിച്ച് ഒരാൾ ശിഷ്യന്മാർ പറഞ്ഞ ടെസ്റ്റിമണീസ് പോലും വിശ്വസിക്കാതെ, അത്രയങ്ങോട്ട് കൺവിൻസ്ഡ് ആകാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഐ വിൽ നോട്ട് ബിലീവ് എന്നാണ്, ഞാൻ വിശ്വസിക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അവനെ കാണാതെ, അവൻ്റെ മുറിവുകൾ കാണാതെ, ആ മുറിവുകളിൽ എൻ്റെ കൈ തൊടാതെ ഞാൻ വിശ്വസിക്കില്ല എന്ന് വാശി പിടിച്ച് ഒരാൾ നിൽപ്പുണ്ട്. ഐ വിൽ നോട്ട് ബിലീവ്. ആൻഡ് ദാറ്റ് ഈസ് സെയിൻറ്റ് തോമസ്. അത് തോമസ് ലീഹായാണ്. ആ പറച്ചിലിൻ്റെ അർത്ഥം എതിർപ്പല്ല, അത് കലഹമല്ല, അത് ലഹളയല്ല, മറിച്ച് ഒരാൾ കടന്നു പോകുന്ന സത്യസന്ധമായ സംഘർഷമാണ്. ഏതു വിശ്വാസിയുടെ യാത്രയിലും ഉണ്ടാകുന്ന ഒരു ആന്തരിക സംഘർഷത്തിൻ്റെ ദൃശ്യഭാവമാണ് തോമായിൽ നമ്മൾ കാണുന്നത്. ഞാൻ വിശ്വസിക്കില്ല എന്ന് തോമ ബലം പിടിച്ച് നിൽക്കുകയാണ്. അവിടെ കർത്താവ് തോമാസ് ലീഹായോട് പ്രതികരിക്കുന്നൊരു രീതിയുണ്ട്. കർത്താവ് തോമായെ തള്ളിപ്പറഞ്ഞില്ല, തോമായെ അവഗണിച്ചില്ല, തോമായെ ഒഴിവാക്കിയില്ല. അതേസമയം കർത്താവ് ചെയ്യുന്നത്, കർത്താവ് തിരികെ വരികയാണ്. വീണ്ടും തോമാസ് ലീഹായ്ക്ക് വേണ്ടി കർത്താവ് തിരികെ വരുന്നു. സ്നേഹത്തോടെ ശാഠ്യം പിടിച്ച തോമായെ തേടി കർത്താവ് തിരികെ വരുന്നു. കാരണം കർത്താവിനറിയാം, ഡൗട്ട് വെൻ സിൻസിയർ ഇറ്റ് ഈസ് നോട്ട് ദ ഓപ്പോസിറ്റ് ഓഫ് ഫെയ്ത്ത്. ആത്മാർത്ഥതയുള്ള സംശയങ്ങൾ വിശ്വാസത്തിന് എതിരല്ലെന്ന് ആരേക്കാൾ കർത്താവിനറിയാമല്ലോ. ആത്മാർത്ഥതയുള്ള സംശയങ്ങൾ, ഡൗട്ട് വെൻ ഇറ്റ് ഈസ് സിൻസിയർ ഈസ് നോട്ട് ദ ഓപ്പോസിറ്റ് ഓഫ് ഫെയ്ത്ത്. അതുകൊണ്ട് സംശയിക്കുന്നവർ ഓർക്കണം, സംശയങ്ങൾ ചോദിക്കുന്നവരെ കാണുന്നവരും ഓർക്കണം. ആത്മാർത്ഥതയോടെ ചോദിക്കുന്ന സംശയങ്ങൾ വിശ്വാസത്തിനെതിരല്ലെന്നും വിശ്വാസത്തിൽ ആഴപ്പെടാനുള്ള ഒരാളുടെ സംഘർഷത്തിൻ്റെ ഭാഗമാണെന്നും അയാളുടെ പരിശ്രമങ്ങളുടെ ഭാഗമാണ് ആ സംശയങ്ങളെന്നും നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് കർത്താവ് തോമായ്ക്കു വേണ്ടി വീണ്ടും വരുന്നത്. തോമാസ് ലീഹായുടെ സംശയം അയാളുടെ യാത്രയുടെ അവസാനമായിരുന്നില്ല, മറിച്ച് അതൊരാരംഭം കുറിക്കുകയായിരുന്നു. അതിൻ്റെ പിന്നാലെ നമ്മൾ കാണുന്നത് സുവിശേഷത്തിലെ ഏറ്റവും പ്രോജ്വലമായ, ഏറ്റവും ഗംഭീരമായ വിശ്വാസ പ്രഖ്യാപനമാണ്. 4 സുവിശേഷങ്ങൾ മുഴുവൻ വായിച്ചാലും ഇത്രയും സുന്ദരമായൊരു വിശ്വാസ പ്രഖ്യാപനം മറ്റൊന്ന് നമ്മൾ കാണുന്നില്ല. അത് യോഹന്നാൻ 20:28. മാർ വാലാഹ്. മാർ മീൻസ് മൈ ലോഡ്, വ ആലാഹ്, ആലാഹ് മീൻസ് മൈ ഗോഡ്. മാർ വാലാഹ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. ഹോത്തേയോസ്, ഹോക്കീരിയോസ്, ഹോക്കീരിയോസ്, ഹോത്തേയോസ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. വലിയ വിശ്വാസ പ്രഖ്യാപനത്തിലേക്ക് തോമായുടെ സംശയം വളരുകയാണ്. ഇന്ന് വായിക്കേണ്ട, ധ്യാനിക്കേണ്ട വചനഭാഗം യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ദ ഗോസ്പൽ ഓഫ് സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 20 വേഴ്സസ് 24 to 29. ആ ഭാഗത്താണ് ഈ നറേഷൻ. തോമാസ് ലീഹായെ തേടി കർത്താവ് വീണ്ടും വരുന്നത്, എൻ്റെ മുറിവുകൾ കാണാൻ കർത്താവ് തോമായെ ക്ഷണിക്കുന്നത്, അവിശ്വാസിയാകാതെ വിശ്വാസിയാകൂ തോമായെ എന്ന് ഓർമ്മിപ്പിക്കുന്നത്, നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് കർത്താവ് അരുളി ചെയ്യുന്നത്. ഫെയ്ത്ത് ഈസ് നോട്ട് ദ ആബ്സെൻസ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഇറ്റ് ഈസ് ദ ഡിസിഷൻ ടു ട്രസ്റ്റ് ബിയോണ്ട് ദം. ഫെയ്ത്ത് ഈസ് നോട്ട് ദ ആബ്സെൻസ് ഓഫ് ക്വസ്റ്റ്യൻസ്. വിശ്വാസിയാകുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം സംശയങ്ങളില്ല, ചോദ്യങ്ങളില്ല എന്നല്ല, മറിച്ച് ആ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മുകളിൽ കർത്താവിൽ ആശ്രയിക്കുന്ന ഒരാൾക്കാണ് യഥാർത്ഥ വിശ്വാസിയാകാൻ കഴിയുന്നത്. ഒരാൾ ദൈവവിശ്വാസിയാണ് എന്ന് പറയുമ്പോൾ മറ്റൊരാൾ അയാളെ കാണുമ്പോൾ നിങ്ങൾ ഓർക്കരുത്, നിങ്ങൾക്കുണ്ടാകുന്നത് പോലെയുള്ള സംശയങ്ങൾ ഈ വിശ്വാസി എന്ന് പറയുന്ന ഒരാൾക്കില്ലെന്ന്. അയാൾക്കും ഉണ്ട് സംശയങ്ങൾ. ആർക്കാ സംശയങ്ങളില്ലാത്തത്? ഇപ്പോൾ ഈ വെള്ളക്കുപ്പായം ഇട്ട് ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് സംശയങ്ങളുണ്ട്, എനിക്കുമുണ്ട് ചോദ്യങ്ങൾ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് വിശ്വാസിയാകാൻ പറ്റുന്നത്? ആ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മുകളിൽ കർത്താവിൽ ആശ്രയിക്കുമ്പോഴാണ് ഒരാൾ വിശ്വാസിയാകുന്നത്. എല്ലാ സംശയങ്ങൾക്കും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിയിട്ട് വിശ്വാസിയാകാൻ കാത്തിരിക്കരുത്. അതിനപ്പുറത്ത് ആ വ്യക്തിയിലേക്ക്, കർത്താവിലേക്ക് നമ്മുടെ ആശ്രയം വയ്ക്കുമ്പോഴാണ് നമ്മൾ വിശ്വാസിയായിട്ട് മാറുന്നത്. പഴയ നിയമത്തിലും ഇതിന് സമാനമായ കാഴ്ചകൾ, ഇതിനോട് ചേർന്ന് പോകുന്ന കാഴ്ചകൾ കാണാൻ പറ്റും. ഒന്ന് അബ്രാഹമാണ്. അബ്രാഹം, നിങ്ങൾ സമയം കിട്ടുമ്പോൾ ജനസിസ് 12 വായിക്കണം. ഉൽപ്പത്തി പുസ്തകം 12 വല്ലാത്തൊരു അധ്യായമാണ്.
അബ്രാഹം തുടങ്ങുന്നത് അവിടെയാണ്. അബ്രാഹത്തിനെ കുറിച്ചുള്ള നറേഷൻ ആരംഭിക്കുന്നത് ജനസിസ് 12 അവിടെ ഊരും പേരും അറിയാത്തൊരു നാട്ടിലോട്ട് കർത്താവ് ഈ അബ്രാഹത്തെ വിളിച്ചുകൊണ്ട് വരികയാണ്. അൺസർട്ടനിറ്റിയാണ് അബ്രാഹത്തിൻ്റെ മുമ്പിൽ. പിന്നെ എന്താ, അൺനോൺ ആയിട്ടുള്ള കാര്യങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോഴും അബ്രാഹത്തിന് ആകപ്പാടെ അറിയാവുന്നത് ദൈവം തമ്പുരാനെ. ദൈവത്തോടുള്ള ബന്ധത്തിൽ സറണ്ടർ ചെയ്യുകയാണ് അബ്രാഹം ചെയ്യുന്നത്. ഫെയ്ത്ത് ബിഗിൻസ് നോട്ട് വിത്ത് ക്ലാരിറ്റി. ഫെയ്ത്ത് ബിഗിൻസ് നോട്ട് വിത്ത് ക്ലാരിറ്റി. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ തലമുറ, ഈ ആധുനിക കാലത്ത് നമുക്ക് കിട്ടേണ്ട വലിയ തിരിച്ചറിവാണത്. ഫെയ്ത്ത് ബിഗിൻസ് നോട്ട് വിത്ത് ക്ലാരിറ്റി ബട്ട് വിത്ത് ട്രസ്റ്റ്. എല്ലാം വ്യക്തമായി മനസ്സിലായിട്ട് അറിഞ്ഞിട്ട് വിശ്വസിക്കാമെന്ന് വിചാരിക്കരുത്. വിശ്വാസം ആരംഭിക്കുന്നത് ആശ്രയത്വത്തിലാണ്. കർത്താവിൽ ആശ്രയിച്ച് നീ ഒരു യാത്ര ആരംഭിക്കുമ്പോൾ ആ യാത്രയുടെ വഴിയെയാണ് നിനക്ക് പലതും വെളിപ്പെട്ട് കിട്ടുന്നത്. എല്ലാം മനസ്സിലാക്കിയിട്ട്, എല്ലാം കൃത്യമായിട്ട്, ഐറ്റിനറി എല്ലാം പ്രിപ്പയർഡായി കഴിഞ്ഞിട്ട് യാത്ര ചെയ്യാം എന്ന് ചിന്തിക്കാൻ പറ്റുന്നൊരു യാത്രയല്ല വിശ്വാസത്തിൻ്റെ യാത്ര. ദ ജേർണി ഓഫ് ഫെയ്ത്ത് ബിഗിൻസ് നോട്ട് വിത്ത് ക്ലാരിറ്റി ബട്ട് വിത്ത് ട്രസ്റ്റ്. കർത്താവിൽ ആശ്രയിച്ച് നടത്തേണ്ട യാത്രയാണ് വിശ്വാസ ജീവിതം. മോശയുടെ കാര്യത്തിൽ ഒരു ഭാഗമുണ്ട്. അത് എക്സഡസ് ചാപ്റ്റർ 3 വേഴ്സ് 11. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 11-ാം വാക്യം നിങ്ങളുടെ ബൈബിളിൽ എടുക്കണം. പുറപ്പാട് 3:11. അവിടെ മോശ ഒരു ചോദ്യം ചോദിക്കുന്നു. ദൈവം ആ ചോദ്യത്തിൻ്റെ ഉത്തരവല്ല കൊടുക്കുന്നത്, വേറെ ഒരു ഉത്തരവാണ് കൊടുക്കുന്നത്. അതാണ് നമ്മുടെ പല സംശയങ്ങൾക്കുമുള്ള ഉത്തരവ്, നമ്മുടെ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരവ്. ചോദിക്കുന്നത് പുറപ്പാട് 3:11 ചോദിക്കുന്നത്, മോശ ദൈവത്തോട് പറഞ്ഞു, ഫറവോയുടെ അടുക്കൽ പോകാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും ഞാൻ ആരാണ്? ഹൂ ആം ഐ? ഇതാണ് മോശയുടെ ചോദ്യം. ഹൂ ആം ഐ ടു ഡു ദാറ്റ്? അത് ചെയ്യാൻ ഞാൻ ആര്? ചോദ്യം അതാണ്, ഞാൻ ആര്? ഹൂ ആം ഐ? ഉത്തരമാണ് ശ്രദ്ധിക്കേണ്ടത്. അവിടുന്ന് അരുളി ചെയ്തു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഐ വിൽ ബി വിത്ത് യു. മോശയുടെ ചോദ്യം ഹൂ ആം ഐ, ആൻഡ് ഗോഡ്സ് ആൻസർ ഈസ് ഐ വിൽ ബി വിത്ത് യു. നമ്മുടെ പല സംശയങ്ങളുടെ ഉത്തരം അതാ. പലപ്പോൾ നമുക്ക് തോന്നും, എന്താ ഇത്, ആരാ ഇത്, ഞാൻ ആരാ എന്നൊക്കെ ചോദിക്കാൻ തോന്നും. അവിടെയൊക്കെ കർത്താവിൻ്റെ ഉത്തരം പ്രസൻസ് ആണ്. കർത്താവിൻ്റെ ഉത്തരം, ഞാൻ നിൻ്റെ കൂടെ കാണും. ആ പ്രസൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്നിടത്താണ് സംശയങ്ങൾ അവസാനിക്കുന്നത്. അത്തരമൊരു എൻകൗണ്ടർ നടക്കുന്നിടത്താണ് സംശയങ്ങൾ അവസാനിക്കുന്നത്. അല്ലാതെ ചോദ്യങ്ങൾ പിന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. മോശയുടെ എക്സ്പീരിയൻസ്. ജോബിൻ്റെ പുസ്തകത്തിൽ ജോബും സമാനമായ ഒന്ന് അവസാനത്തേക്ക് എത്തുമ്പോൾ, സംഘർഷങ്ങളുടെ എല്ലാം അവസാനം എത്തുമ്പോൾ ജോബ് കീഴടങ്ങുന്നത് പോലെ പറയുന്നൊരു കാര്യമുണ്ട്. അങ്ങയെക്കുറിച്ച് ഞാൻ ഏറെ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ഞാൻ കാണുന്നു. കേൾവി അത് കാഴ്ചയിലേക്ക് എത്തുകയാണ്. കർത്താവിനെക്കുറിച്ച് കേട്ട് ഒടുക്കം ദർശനത്തിലേക്ക് എത്തുന്നു, എൻകൗണ്ടറിലേക്ക് എത്തുന്നു. ജോബ് ചാപ്റ്റർ 42 വേഴ്സ് 5. ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 5-ാം വാക്യം. അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. തോമസ് ലീഹ തൊട്ട് മുമ്പത്തെ ആഴ്ച കേട്ടു, കർത്താവ് ഉദ്ധാനം ചെയ്തുവെന്ന് കേട്ടത് അങ്ങോട്ട് വിശ്വസിക്കാൻ തോമായിക്ക് പറ്റിയില്ല. പക്ഷെ ഇപ്പോൾ എൻകൗണ്ടർ, കാണുന്നു. ആരെക്കുറിച്ച് കേട്ടോ അവനെ കാണുന്നു, വിശ്വാസം ഉറയ്ക്കുന്നു, എൻകൗണ്ടർ നടക്കുന്നു. ഇനി ഈ സംശയങ്ങൾ ഉണ്ടാകുന്നു എന്ന് വിചാരിച്ച ഒരാൾ ഞാൻ മോശമാണെന്നോ എൻ്റെ വിശ്വാസത്തിന് വല്ല കുഴപ്പമുണ്ടെന്നൊന്നും വിചാരിക്കേണ്ട. അത് സങ്കീർത്തനം 22 വായിച്ചാൽ മനസ്സിലാകും. സങ്കീർത്തനം 22, വൈ ഓ ലോഡ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു? വൈ ഓ ലോഡ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? പലപ്പോഴും ഫെയ്ത്ത് ആൻഡ് ഡൗട്ട്സ് കോ എക്സിസ്റ്റ്. വിശ്വാസവും സംശയങ്ങളും ഇങ്ങനെ ഒരുമിച്ചങ്ങ് കാണും, നമ്മുടെ കൂടെ കാണും. സാരമില്ല, അതിനെക്കുറിച്ച് പരിഭ്രമിക്കേണ്ട. ചിലർക്ക് വലിയ സങ്കടമാണ്, എന്താ എനിക്കിങ്ങനെ ഇത്രയൊക്കെ ദൈവാനുഭവം കിട്ടി എനിക്ക്, പിന്നെ എന്താ ഞാൻ ദൈവത്തെ സംശയിക്കുന്നത്, കർത്താവിൻ്റെ പദ്ധതികളെ സംശയിക്കുന്നത്, ദൈവമുണ്ടോ എന്ന് തന്നെ ചോദിച്ചു പോകുന്ന എന്താണ്? സാരമില്ല, അത്തരം അനുഭവങ്ങൾ എല്ലാവരുടെയും യാത്രയിൽ ഉണ്ടാകുന്നതാണ് എന്ന് വിചാരിച്ചാൽ മതി. വീണ്ടും കർത്താവിൽ തന്നെ അങ്ങ് ആശ്രയം വെച്ചേക്കുക, അതിനെ ലൈറ്റായിട്ട് എടുക്കുക. അതൊരു കുറവല്ലെന്ന് തിരിച്ചറിയുക, അതൊരു പാപമല്ലെന്നും തിരിച്ചറിയുക. ആത്മാർത്ഥതയുള്ള ജെനുവിനായിട്ടുള്ള സംശയങ്ങൾ പാപമല്ല. ചിലർക്കെങ്കിലുമൊക്കെ അങ്ങനെ സങ്കടമുണ്ട്, ഇങ്ങനെ ഞാൻ ചിന്തിച്ചു പോയല്ലോ. സാരമില്ല, അതിനെക്കുറിച്ച് വെറിയിടാകാതെ ആ സംശയങ്ങളെയും കൂടെ കർത്താവിന് തന്നെ അങ്ങ് സമർപ്പിക്കുക. പൗലോസ് ലീഹായുടെ ലേഖനങ്ങളിൽ, പോളൈൻ തിയോളജിയിൽ പൗലോസ് ലീഹ ഈ വിശ്വാസത്തിനപ്പുറത്തുള്ള, അതായത് കാഴ്ചയ്ക്കപ്പുറത്തുള്ള വിശ്വാസത്തെക്കുറിച്ചാണ്
പൗലോസ്ലിഹയുടെ പഠിപ്പിരക്ക്. ഫെയ്ത്ത് ബിയോണ്ട് സൈറ്റ്, കാഴ്ചയ്ക്കപ്പുറത്തുള്ളത്. പൗലോസ്ലിഹ പല ആവർത്തി പറയുന്നൊരു കാര്യമുണ്ട്, ഫെയ്ത്ത് ഈസ് നോട്ട് ബിൽറ്റ് ഓൺ ഫിസിക്കൽ സൈറ്റ്. ഈ കാഴ്ചകളിലല്ല വിശ്വാസം പണിയപ്പെടേണ്ടത്, അതിൻ്റെ അടിത്തറ, അതിനപ്പുറത്തേക്ക് നമ്മുടെ നോട്ടം പോകണമെന്ന് പൗലോസ്ലിഹ പല രീതിയിൽ. ഒന്നാമത്തത്, അത് ഈ പറഞ്ഞ കാര്യം തന്നെ കിടക്കുന്നത് 2 കൊറിന്തോസ് 5:7, 2 കൊറിന്ത്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 7, 2 കൊറിന്തോസ് 5:7. അവിടെ നമ്മൾ വായിക്കുന്നത്, എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. നോട്ട് ബൈ സൈറ്റ് ബട്ട് ബൈ ഫെയ്ത്ത്. അത് പൗലോസ്ലിഹായുടെ വ്യക്തമായ കാഴ്ചപ്പാടാണ്. കണ്ട് അല്ല, വിശ്വാസ കണ്ണുകൊണ്ടാണ് നമ്മൾ പലതിനെയും മനസ്സിലാക്കേണ്ടത്. അത് കൃപയാണ്. അത് കൃപയാണെന്നുള്ളത് വീണ്ടും പറഞ്ഞു തരുന്നുണ്ട്. 2 കൊറിന്തോസ് 12:9, 2 കൊറിന്തോസ് 12:9. അവിടെ നമ്മൾ വായിക്കുന്നത്, എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്കെൻ്റെ കൃപ മതി, എന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. കൃപയാലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്, നമ്മുടെ എഫേർട്ടല്ല. ചിലപ്പോഴെങ്കിലുമൊക്കെ ആത്മീയ ജീവിതത്തിൽ കുറച്ചൊക്കെ എത്തിയവർക്ക് അറിയാണ്ട് വരുന്നൊരു പ്രലോഭനമാണ്, എൻ്റെ എഫേർട്ടിലാണ് ഞാൻ നയിക്കപ്പെടുന്നത്. അല്ല കേട്ടോ, അതൊരു സ്പിരിച്വൽ പ്രൈഡിലേക്ക് നമ്മളെ വീഴ്ച കളയും. അങ്ങനെയല്ല, കൃപയാൽ നയിക്കപ്പെടുന്ന സമൂഹമാണ് നമ്മൾ. ദൈവത്തിൻ്റെ കൃപയാലാണ് നമുക്ക് ഈ കാഴ്ച ലഭിക്കുന്നത്, ഈ യാത്ര നമ്മൾ നടത്തുന്നത്. ഗലാത്യ ലേഖനം 5:6 ഇത് സ്നേഹത്താലെ നയിക്കപ്പെടേണ്ടതാണെന്ന് പൗലോസ്ലിഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഗലാത്യ ലേഖനം 5:6 ഗലാത്യ 5:6, ലെറ്റർ ടു ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 6. എന്തെന്നാൽ ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ല, സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് പ്രധാനം. അതായത് ഇതൊരു ഇൻ്റലക്ച്വൽ എഫേർട്ടായിട്ട് മാറ്റരുത്. ബുദ്ധി വേണം, നമുക്ക് റീസണിങ് വേണം, പക്ഷെ അതിനെ കേവലം മിയർലി ഇൻ്റലക്ച്വൽ എഫേർട്ടായിട്ട് മാത്രം ചുരുക്കരുത്. ഇത് റിലേഷണലാണ്. ഫെയ്ത്ത് മസ്റ്റ് ബി റിലേഷണൽ. അത് വ്യക്തിബന്ധമുണ്ടാകണം കർത്താവുമായിട്ട്. അത് സ്നേഹത്തിൽ പണിയപ്പെടേണ്ടതാണ്. സ്നേഹത്തിലാണ് വിശ്വാസത്തിൻ്റെ യാത്ര നടത്തേണ്ടത്. പൗലോസ്ലിഹ പറഞ്ഞ ആശയങ്ങൾ ഒന്ന് ഓടിച്ചു പറഞ്ഞാൽ, ഒന്നാമത്തത് കാഴ്ചയാലല്ല, വിശ്വാസത്താൽ നയിക്കപ്പെടണം. 2 കൃപയാലാണ് ഈ യാത്ര ചെയ്യുന്നത്. 3 സ്നേഹം ഈ വിശ്വാസത്തിൻ്റെ യാത്രയിൽ പ്രധാനപ്പെട്ടതാണ്. ഇനി പിതാക്കന്മാരിലേക്ക് വരാം. സഭാപിതാക്കന്മാർ ഇതിനെക്കുറിച്ച്, തോമാസ് ലീഹായുടെ സംശയത്തെക്കുറിച്ച്, വിശ്വാസ പ്രഖ്യാപനത്തെക്കുറിച്ച് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അഗസ്തീനോസ് പുണ്യാളൻ സുന്ദരമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നത്, തോമസ് ഡൗട്ടഡ് സോ ദാറ്റ് വി മൈറ്റ് നോട്ട് ഡൗട്ട്. നമ്മൾ സംശയിക്കാതിരിക്കാൻ തോമ നമുക്ക് വേണ്ടി കൂടെ സംശയിച്ചുവെന്ന്. എത്ര സുന്ദരമായിട്ടാണ് അഗസ്തീനോസ് പുണ്യാളൻ അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നത്. നമ്മൾ സംശയിക്കാതിരിക്കാൻ തോമ നമുക്ക് വേണ്ടി കൂടെ സംശയിച്ചു. എന്നിട്ട് പറയുകയാണ്, ഹിസ് ഹെസിറ്റേഷൻ ബിക്കംസ് എ ഫൗണ്ടേഷൻ ഓഫ് അവർ ഫെയ്ത്ത്. തോമായുടെ ആ മടി, വിശ്വസിക്കാനുള്ള മടി, നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയായിട്ട് മാറി. അപ്പം നമുക്ക് തന്നെ കുറെ കൂടെ സെർട്ടനിറ്റി കിട്ടുകയാണ്. തോമായുടെ സംശയം നമുക്ക് ബലമായി വിശ്വാസത്തിൻ്റെ ശക്തിയായി മാറുന്നു. സെയിൻറ്റ് ഗ്രിഗറി ദ ഗ്രേറ്റ് പറയുന്നത്, അവിടെ മറ്റുള്ളവരെ വെച്ച് ബാക്കി ശിഷ്യന്മാർ അവർ ഇമ്മീഡിയറ്റ് ഫെയ്ത്ത്, കണ്ടപാടെ വിശ്വസിച്ചു, അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ആ വിശ്വാസത്തിൻ്റെ അനുഭവത്തിലേക്ക്, ഉദ്ധിതൻ്റെ അനുഭവത്തിലേക്ക് വരുന്നു. തോമ അവിശ്വസിച്ചു, സംശയിച്ചു. അപ്പോൾ തോമ മോശമാണ്. അങ്ങനെയല്ല. ഗ്രിഗറി ദ ഗ്രേറ്റ് പറയുന്നത്, തോമാസ് ലീഹായുടെ ആ സംശയം മറ്റുള്ളവർ ഇമ്മീഡിയറ്റ് ഫെയ്ത്തിലേക്ക് വന്നെങ്കിൽ തോമായുടെ സംശയം നമ്മുടെ തന്നെ വിശ്വാസത്തെ ആഴപ്പെടുത്താൻ നമ്മെ സഹായിക്കുന്നുവെന്ന്. ആ രീതിയിലാണ് ഗ്രിഗറി ദ ഗ്രേറ്റ് ഇത് പറഞ്ഞു തരുന്നത്. സിറിൽ ഓഫ് അലക്സാൻഡ്രിയ ഇതിനെക്കുറിച്ച് പറയുന്നത്, ഫെയ്ത്ത് ഈസ് സ്ട്രെങ്തൻഡ് നോട്ട് ബൈ അവോയ്ഡിങ് ഡൗട്ട് ബട്ട് ബൈ എൻറ്ററിങ് ക്രൈസ്റ്റ് വിത്തിൻ ഇറ്റ്. മിശിഹായോട് ചേർന്ന് നമ്മുടെ സംശയങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് നമ്മുടെ സംശയങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത്. നമ്മുടെ സംശയങ്ങൾ അത് ഒഴിവാക്കപ്പെടേണ്ടതല്ല, മിശിഹായോട് ചേർന്ന് നമ്മുടെ സംശയങ്ങളിലേക്ക് പ്രവേശിക്കണം. ഒറ്റയ്ക്ക് നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ കേവലം ഇൻ്റലക്ച്വൽ എഫേർട്ടായിട്ട് മാത്രം അത് ചുരുങ്ങിപ്പോയാൽ, മിശിഹ ഇല്ലാത്ത പരിശ്രമങ്ങൾ നമ്മളെ കൂടുതൽ കൺഫ്യൂഷൻസിലേക്ക് നയിക്കും. കർത്താവിനോട് ചേർന്ന് ആ സംശയങ്ങളെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയണം. സഭ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത്, ഈ വിശ്വാസത്തെ മനസ്സിലാക്കുന്നത് ദൈവിക വെളിപ്പാടിനോടുള്ള പ്രതികരണമായിട്ടാണ്.
ദൈവം തന്നെ വെളിപ്പെടുത്തുന്നു, ദാറ്റ്സ് റെവലേഷൻ. ആ വെളിപ്പാടിനോട് നമ്മൾ കൊടുക്കുന്ന പ്രതികരണമാണ് നമ്മുടെ വിശ്വാസം. ടിപ്പിക്കൽ ഉദാഹരണമാണ് തോമായുടേത്. ഉദ്ധിതൻ മുറിവുകളുമായി വന്ന് നിൽക്കുന്നു, എന്നെ കാണാൻ പറയുന്നു, മുറിവ് കാണാൻ പറയുന്നു, റെവലേഷൻ നടക്കുന്നു. ആ റെവലേഷനോട് തോമാസ് ലീഹ റെസ്പോണ്ട് ചെയ്യുന്നു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. അത് CCC 142 and 143, CCC 142 and 143 അവിടെ പറഞ്ഞിരിക്കുന്നത്, ഫെയ്ത്ത് ഇസ് ദ റെസ്പോൺസ് ടു ദ ഗോഡ് ഹു റിവീൽസ്. ഫെയ്ത്ത് ഇസ് ദ റെസ്പോൺസ് ടു ദ ഗോഡ് ഹു റിവീൽസ്. തന്നെ വെളിപ്പെടുത്തുന്ന ദൈവത്തോട് നമ്മൾ കൊടുക്കുന്ന പ്രതികരണമാണ് നമ്മുടെ വിശ്വാസം. ഇനി CCC 2088 അവിടെ നമ്മൾ വായിക്കുന്നത്, ഡൗട്ട്സ് ക്യാൻ ബി എ സ്ട്രഗിൾ വിത്തിൻ ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ചില സംഘർഷങ്ങൾ ഉണ്ടാകും. അത്തരം സംശയങ്ങളുടെ സാധ്യതയെ സഭ തന്നെ സമ്മതിക്കുന്നുണ്ട്, ഏറ്റുപറയുന്നുണ്ട്. അത്തരം സംശയങ്ങൾക്ക് ഈ വിശ്വാസ ജീവിതത്തിൽ സാധ്യതയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ് CCC 2088. ഇനി അതിൻ്റെ ഈ സഭയുടെ പഠിപ്പീരിനോടൊക്കെ ചേർന്ന് ജോൺ പോൾ സെക്കൻഡ് പിതാവ് ഈ വിഷയം നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഇന്നും കൂടെ ഒരാൾ സംസാരിച്ചപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്ത പുസ്തകം മഹാനായ ജോൺ പോൾ സെക്കൻഡ് മാർപ്പാപ്പയുടെ ഫീദസ് എത്ത് റാസിയോയാണ്. ഫീദസ് എത്ത് റാസിയോ. ഫീദസ് മീൻസ് ഫെയ്ത്ത് എത്ത് ആൻഡ് റാസിയോ മീൻസ് റീസണിങ്. ഫെയ്ത്ത് ആൻഡ് റീസണിങ്, വിശ്വാസവും യുക്തിയും. അവിടെ പിതാവ് പറയുന്നൊരു കാര്യം, ഫെയ്ത്ത് ആൻഡ് റീസണിങ് ആർ നോട്ട് എനിമീസ്. അത് രണ്ടും ശത്രുക്കളല്ല. ചിലപ്പോഴും അങ്ങനെ തോന്നലുണ്ട്, വിശ്വാസിയായവൻ റീസണിങ് കപ്പാസിറ്റീസ് ഉപയോഗിക്കാൻ പാടില്ലെന്ന്. മാർപ്പാപ്പ പഠിപ്പിക്കുന്നു, ഫെയ്ത്ത് ആൻഡ് റീസണിങ് ആർ നോട്ട് ടു എനിമീസ് ബട്ട് ദേ ലെഡ് ടുഗദർ ടു ദ ട്രൂത്ത്. അവ രണ്ടും ചേർന്ന് നമ്മളെ സത്യത്തിലേക്ക് നയിക്കുന്നു. പിന്നെ ആ പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകും, അവസാനം ഒരു പോയിന്റിൽ മാർപ്പാപ്പ പറഞ്ഞു തരുന്നുണ്ട്, അറ്റ് വൺ പോയിന്റ് വി നീഡ് ടു ടേക്ക് എ ലീപ്പ് ഓഫ് ഫെയ്ത്ത്. റീസണിങ്ങിന് ബിയോണ്ട് പോകാൻ വിശ്വാസം നമ്മളെ സഹായിക്കും. ഇത് രണ്ട് ചിറകുകളായിട്ടാണ് പറയുന്നത്. ആ പുസ്തകത്തിൽ മാർപ്പാപ്പ അവതരിപ്പിക്കുന്ന രീതി അതാണ്. ഫെയ്ത്ത് ആൻഡ് റീസണിങ് ആർ ടു വിങ്സ് ദാറ്റ് ഹെൽപ്സ് അസ് ടു ഫ്ലൈ ടുവേർഡ്സ് ദ ട്രൂത്ത്. സത്യത്തിലേക്ക് ചിറകടിച്ചുയരാൻ നമ്മളെ സഹായിക്കുന്ന ചിറകുകളാണ് വിശ്വാസവും യുക്തിയും. അപ്പോൾ ഈ റീസണിങ് കപ്പാസിറ്റീസ് ഉപയോഗിക്കണം, കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിലേക്ക് എത്താൻ. അപ്പോൾ നമ്മുടെ വിശ്വാസ യാത്രയിലെ ഒരു ഘട്ടമായിട്ട് സംശയങ്ങളെ മനസ്സിലാക്കിയാൽ മതി. നമുക്കുണ്ടാകുന്ന സംശയങ്ങൾ ആർ നോട്ട് ഓൾവേസ് സിൻ ബട്ട് എ സ്റ്റേജ് ഇൻ അവർ ജേർണി ഓഫ് ഫെയ്ത്ത്. സംശയങ്ങളെല്ലായ്പ്പോഴും പാപമല്ല കേട്ടോ. നമുക്കൊരു സംശയം തോന്നുന്നത് അതെപ്പോഴും പാപമാണെന്നൊന്നും പറഞ്ഞു കളയരുത്. ചില നേരത്തൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് ലഭിച്ചവർ വീണ്ടും ബോധപൂർവമായി അത്തരം സംശയങ്ങളിലേക്ക് തന്നെ വലിച്ചെറിയുമ്പോൾ അതിനകത്തൊരു പാപമുണ്ട്. പക്ഷേ ജെന്യുവിനായിട്ട് ഫീൽ ചെയ്യുന്ന സംശയങ്ങൾ അത് പാപമല്ല, മറിച്ച് അത് നമ്മുടെ യാത്രയുടെ ഒരു ഫേസാണ്, ഒരു ഘട്ടമാണെന്ന് തിരിച്ചറിയുക. ഇത്രയും മനസ്സിലാക്കിയിട്ട് ഒരു 5 കാര്യങ്ങളിലേക്ക് നമുക്ക് സമ്മറൈസ് ചെയ്യാം. ഒരു 5 തിയോളജിക്കൽ പോയിൻറ്റ്സ്. ഈ ഫുൾ കാര്യങ്ങളെ ഒരു 5 തിയോളജിക്കൽ പോയിൻറ്റ്സിലേക്ക് നമുക്ക് ചുരുക്കാം. ഇത് പഠിക്കുക, ഇത് മനസ്സിലാക്കുക. പറ്റുന്നവരിത് ഇടയ്ക്ക് ചില കാര്യങ്ങളൊക്കെ സെൻറ്റൻസൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് കമൻറ്റ് ചെയ്യുമെന്നറിയാം. ആ കൂട്ടത്തിൽ ഈ അഞ്ചെണ്ണം പ്രത്യേകം പഠിച്ച് മനസ്സിലാക്കി ഒന്ന് കമൻറ്റ് ചെയ്യുകയാണ് നല്ലതാണ്. ഒന്നാമത്തത്, ഫെയ്ത്ത് ആസ് എൻ എൻകൗണ്ടർ. ഒന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം, ഈ വിശ്വാസം എന്നത് കണ്ടുമുട്ടലാണ്. ഒരു വ്യക്തിയെ, ആരാണ് ആ വ്യക്തി? നൺ അതർ ദാൻ ജീസസ് ക്രൈസ്റ്റ്. ഫെയ്ത്ത് ഇസ് എൻ എൻകൗണ്ടർ. ഈശോ മിശിഹ എന്ന വ്യക്തിയുമായി നമ്മൾ നടത്തുന്ന കണ്ടുമുട്ടലാണ് നമ്മുടെ വിശ്വാസം. ഫെയ്ത്ത് ഇസ് എൻ എൻകൗണ്ടർ. സെക്കൻഡ് വൺ, ഡൗട്ട് ആസ് പ്യൂരിഫിക്കേഷൻ. സംശയം ശുദ്ധീകരണമാണെന്ന്. സംശയങ്ങൾ ശുദ്ധീകരണ പ്രക്രിയയാണ്. ഞാൻ ഈ കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വലിയ പരിചയമില്ല, ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളൊരു കാഴ്ചയുണ്ട്. ഈ പന്തലുകളൊക്കെ കെട്ടുമ്പോൾ, വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ പണ്ട് കല്യാണ പന്തലോ ഈ ശവമടക്ക് പന്തലോ ഒക്കെ കെട്ടുമ്പോൾ, പന്തലിൻ്റെ കഴുക്കോല് നാട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു കുറ്റി അടിച്ച് അവിടെ ഉറപ്പിക്കുമ്പോൾ, ഈ കുറ്റി അടിച്ചിട്ട് കുറ്റി ഉറച്ചോ എന്നറിയാൻ എന്ത് ചെയ്യുന്നത്, ഒന്നുകൂടെ ഇളക്കും. ഒന്നൊരു ഇളക്കി കഴിയുമ്പോഴാണ് ഉറച്ചോ ഇല്ലെന്ന് അറിയുന്നത്. അപ്പോൾ ഒന്ന് ഇളക്കുമ്പോൾ ഇളകുക, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഉറച്ചിട്ടില്ല. അപ്പോൾ പിന്നെയും നമ്മൾ അടിച്ച് ഉറപ്പിക്കുന്നു. ഇനി ചില ബുദ്ധിമാന്മാരല്ല, അവർ മടിയന്മാരാണ്. കുറ്റി ഉറപ്പിച്ചു എന്നിട്ട് ഇളക്കാതെ അങ്ങ് പോകും. കാരണം എന്താ, ഇളക്കിയാൽ അറിയാം ഉറച്ചിട്ടില്ലെന്ന്, പിന്നെ അടിക്കണ്ടേ. അതുകൊണ്ട് അവർ തൊടുകയല്ല, അതിൽ ഉറച്ചെന്ന് വിചാരിച്ചങ്ങ് പോകും. അതാണോ നല്ലത്? ഒന്ന് ഇളക്കി നോക്കിയിട്ട് ഉറച്ചോ ഇല്ലെന്ന് പരിശോധിച്ച് ഉറച്ചില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് അടിച്ചുറപ്പിക്കുന്നതാണോ നല്ലത്? അതുപോലെയാണ്. അപ്പം അതുകൊണ്ട് സംശയങ്ങൾ പ്യൂരിഫിക്കേഷനാണ്. നമ്മുടെ വിശ്വാസ യാത്രയുടെ ശുദ്ധീകരണ പ്രക്രിയയാണ് സംശയങ്ങൾ. ഫസ്റ്റ് വൺ, ഫെയ്ത്ത് ഇസ് എൻ എൻകൗണ്ടർ. സെക്കൻഡ്, ഡൗട്ട് ഇസ് പ്യൂരിഫിക്കേഷൻ. സംശയങ്ങൾ ശുദ്ധീകരണമാണ്.
മൂന്നാമത്തത്, ക്രൈസ്റ്റ് മീറ്റ്സ് അസ് പേഴ്സണലി. മിശിഹ നമ്മെ വ്യക്തിപരമായി കണ്ടുമുട്ടുന്നു. മിശിഹ നമ്മളെ വ്യക്തിപരമായി കണ്ടുമുട്ടുന്നു. പേഴ്സണൽ മീറ്റിംഗ് നടക്കും. അതാണ് നമ്മൾ ഈ പേഴ്സണൽ പ്രയറിലൂടെയൊക്കെ അനുഭവിക്കേണ്ടത്. വ്യക്തിപരമായി തോമായ്ക്ക് വേണ്ടി മാത്രം കർത്താവ് വരികയാണ്. കൂട്ടായ്മയിലാണ് കാണുന്നതെങ്കിലും ദ പർപ്പസ് ഓഫ് ദ വിസിറ്റ് ഇസ് ജസ്റ്റ് ടു ഗിവ് ആൻ എൻകൗണ്ടർ ടു സെയിൻറ്റ് തോമസ്. അപ്പോൾ പേഴ്സണൽ, വ്യക്തിപരമായൊരു ബന്ധം ആണ് നമ്മുടെ വിശ്വാസയാത്രയിൽ പ്രധാനപ്പെട്ടത്. മൂന്നാമത്തത്, ക്രൈസ്റ്റ് മീറ്റ്സ് അസ് പേഴ്സണലി. നാലാമത്തത്, സീയിങ് ടു ബിലീവിങ്. കാഴ്ചയിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള യാത്ര. ബിയോണ്ട്, അതീതമായൊരു യാത്രയാണത്. ഇത്ര കാലം വരെ കണ്ട് വിശ്വസിച്ചു, ഇനിയൊരു കാലം വരുന്നു എന്ന് തോമായോട് പറയുകയാണ്. ഇനിയൊരു കാലം വരുന്നു, കാണാത്തത് വിശ്വസിക്കണം. നീ കണ്ടില്ലെങ്കിലും വിശ്വസിക്കാൻ നിനക്ക് കഴിയണമെന്ന്. കാഴ്ചയ്ക്കപ്പുറത്തുള്ള വിശ്വാസത്തിന് അനുഭവം പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത് ഞങ്ങൾ നോട്ട് ബൈ സൈറ്റ് ബട്ട് ബൈ ഫെയ്ത്ത്. അതിലേക്ക് സീയിങ് ടു ബിലീവിങ്. അഞ്ചാമത്തത് പ്രധാനപ്പെട്ടതാണ്. ഇതിൻ്റെ എല്ലാം ക്ലൈമാക്സ്, ഈ യാത്രയുടെ ക്ലൈമാക്സ്, അതിൻ്റെ പീക്ക്, വർഷിപ്പ് ആസ് ഫുൾഫിൽമെൻറ്റ്. വർഷിപ്പ് ആസ് ഫുൾഫിൽമെൻറ്റ്. ഇതിൻ്റെ പീക്ക് അതാണ്. ആരാധനയിലേക്ക് ഇതെല്ലാം നയിക്കണം. കണ്ടുമുട്ടൽ നടക്കണം, സംശയമുണ്ട്, കണ്ടുമുട്ടൽ നടക്കണം, വ്യക്തിപരമായ കണ്ടുമുട്ടലുണ്ട്, കാഴ്ചയ്ക്കപ്പുറത്ത് വിശ്വാസത്തിലേക്ക് വരണം. ഇതിൻ്റെയൊക്കെ അവസാനം ആരാധന നടക്കണം, വർഷിപ്പ് നടക്കണം. അതാണ് തോമാസ് ലീഗ ചെയ്തത്. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. കംപ്ലീറ്റ് സറണ്ടറിങ്ങിൻ്റെ ആരാധനയാണത്. മാർവാലാഹ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. അത്തരമൊരു ആരാധനയിലേക്കാണ്. ആത്യന്തികമായി ക്രിസ്ത്യാനിയുടെ സഭയുടെ സ്വഭാവം ആരാധനയാണ്. അതുകൊണ്ടാണ് പണ്ട് ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിച്ചപ്പോൾ കർത്താവ് ആവശ്യപ്പെട്ടത് എൻ്റെ ജനത്തെ ആരാധിക്കാനായി വിട്ടുതരിക. ആരാധന നമ്മുടെ സ്വഭാവമാണ്. ആരാധനയിലേക്ക് നമ്മൾ എത്തണം. തോമ എത്തിയത് ആ ഫുൾഫിൽമെൻറ്റിലേക്കാണ്, ആ പീക്കിലേക്കാണ് എത്തിയത്. ഇത്രയൊക്കെ കേട്ട് പുതുഞായറിൻ്റെ ഒപ്പം അതിനോട് ചേർത്ത് നമ്മൾ ഇന്ന് വളരെ പോപ്പുലറായിട്ട് ആഘോഷിക്കുന്ന കരുണയുടെ തിരുനാളിൻ്റെ പ്രാർത്ഥനകളും മംഗളങ്ങളും എല്ലാവർക്കും സ്നേഹപൂർവ്വം നേരുമ്പോൾ ഇത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഈ കേട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നേ. ഒന്നാമത്തത്, കുടുംബങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് ഗിവ് സ്പേസ് ഫോർ ക്വസ്റ്റ്യൻസ്. നമ്മുടെ കുടുംബങ്ങളിൽ ചോദ്യങ്ങൾക്കുള്ള ഇടമുണ്ടായിരിക്കണം. ചോദ്യങ്ങൾക്ക്, അത് കുടുംബത്തിലും ഇടവകയിലും സൺഡേ സ്കൂൾ ക്ലാസ് റൂംസിലുമൊക്കെ ചോദ്യങ്ങൾക്ക് ഇടം കൊടുക്കുക. ആ ചോദ്യങ്ങളുടെ സിൻസിയറിറ്റിയെ മാനിക്കുക. ചോദ്യം ചോദിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് ആത്മാർത്ഥതയുള്ള ചോദ്യങ്ങൾക്കാണ് ഉത്തരം അവകാശമാകുന്നത്. ഇപ്പോൾ തോമ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അറിയാമോ? തോമ അവനെ കണ്ടാലേ വിശ്വസിക്കുന്നു പറഞ്ഞപ്പോൾ കർത്താവ് ഇറങ്ങി വന്നു. കാരണം കർത്താവിനറിയാം തോമാസ് ലീഹായുടെ സ്നേഹവും ആത്മാർത്ഥതയും. പക്ഷെ അതിനു മുമ്പ് ഇതുപോലത്തെ വെല്ലുവിളിയും ചോദ്യവും കർത്താവിന് നേരെ വന്നിട്ടുണ്ട്. കുരിശെ കടന്നപ്പോൾ അവന് നേരെ വെല്ലുവിളി ഉയർന്നത്, അവൻ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വരട്ടെ. കർത്താവ് മൈൻഡ് ചെയ്തില്ല. കാരണം അതിൻ്റെ അകത്ത് ആത്മാർത്ഥത ഇല്ലെന്ന് കർത്താവിനറിയാം. അതിൻ്റെ ഉദ്ദേശം വേറെയാണെന്ന്. മരുഭൂമിയിൽ കർത്താവിന് നേരെ ചോദ്യം വന്നതാ, നീ ദൈവമാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറ. കർത്താവ് അത് മൈൻഡ് ചെയ്തില്ല. അതിൻ്റെ പിന്നിലെ ആത്മാർത്ഥത കുറവ് കർത്താവിനറിയാം. പക്ഷെ തോമ ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ കർത്താവ് ഇറങ്ങി വന്നതിൽ അതിൻ്റെ അർത്ഥം ആത്മാർത്ഥതയുള്ള ചോദ്യങ്ങൾക്ക് കർത്താവിൽ നിന്ന് ഉത്തരമുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കുന്നവർ ശരിക്കും അന്വേഷിക്കണം, ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് വിശ്വസിക്കാനുള്ള ആഗ്രഹത്തോടെയാണോ ചോദിക്കുന്നത് എന്ന്. യുവജനങ്ങളോട് പറയാനുള്ളത്, ഡിയർ യൂത്ത്, ബ്രിങ് യുവർ ഡൗട്ട്സ് ടു ലോർഡ്. നിങ്ങളുടെ ചോദ്യങ്ങളെ കർത്താവിലേക്ക് കൊണ്ടുവരിക. ഡോണ്ട് ഹൈഡ് ഇറ്റ്. അതിനെ മറച്ചു വയ്ക്കാൻ നിൽക്കണ്ട. കർത്താവിലേക്ക് നിങ്ങളുടെ ചോദ്യങ്ങളുമായി വരിക. നമുക്ക് ഈ വിചാരങ്ങളെയൊക്കെ കർത്താവിന് സമർപ്പിച്ച് പുതുഞായറിൻ്റെ ചൈതന്യത്തിൽ, കരുണയുടെ തിരുനാൾ എല്ലാവരും ചേർന്ന് ആഘോഷിക്കുമ്പോൾ അതിൻ്റെ ചൈതന്യത്തിൽ കർത്താവെ ഒരു കണ്ടുമുട്ടലിലേക്ക്, കരുണയുള്ള നിൻ്റെ തിരുമുഖത്തിൻ്റെ കാഴ്ചയിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. തോമാസ് ലീഹായോട് ചേർന്ന് ഒരു പ്രാർത്ഥന പഠിപ്പിക്കാം. പണ്ട് ഞങ്ങൾ ഈ കൊച്ചിലെ ക്യാമ്പിനും ധ്യാനങ്ങൾക്കൊക്കെ പോയപ്പോൾ ഞങ്ങളെ അന്ന് ക്യാമ്പ് എടുത്ത ഒരു ബ്രദറോ കൊച്ചനോ മറ്റോ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്. മാർവാലാഹ് എന്ന് വെച്ചാൽ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്നുള്ളതിൻ്റെ സുറിയാനി വാക്കാണ്. അത് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ട്രാൻസ്ലിറ്ററേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെയാണത്, MAR മാർ വാലാഹ്, WALAH മാർവാലാഹ്. അത് അതിൻ്റെ ആ ഭാഷയിൽ തന്നെ പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു ഭംഗി. അറമായ ഭാഷയോട് ചേർന്ന് നിൽക്കുന്ന ഭാഷയെ പറയുമ്പോൾ മാർവാലാഹ്. അതിൻ്റെ അർത്ഥം എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി. ഒരു നല്ല പ്രാർത്ഥനയാണ്. സൂർദേവം പോലെ പ്രാർത്ഥിക്കാം. മാർവാലാഹ്,
എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, ഉയർത്തെഴുന്നേറ്റ ഈശോ മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. മാർവാല, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, ഉയർത്തെഴുന്നേറ്റ ഈശോ മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.